പ്രകൃതിയെക്കുറിച്ച് എന്നും മനോഹരമായ വരികൾ മാത്രം കുറിച്ചവരാണ് നമ്മൾ മലയാളികൾ. പ്രകൃതിയുടെ മനോഹാരിത മാത്രമേ നാം അന്നൊക്കെയും കണ്ടിട്ടുള്ളൂ. പക്ഷേ പ്രകൃതിയുടെ ചില വികൃതികളുമുണ്ട്. അത് മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറവുമാകും. അപ്പോഴും അതിനെയെല്ലാം നാം അതിജീവിക്കുന്നത് മനുഷ്യസ്നേഹം എന്ന ഒരേയൊരു വികാരത്തിലാണ്. ഇതിനെ വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം. ഒറ്റ രാത്രി കൊണ്ട് നാമാവശേഷമായത് ഒരു നാട് മുഴുവനും. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭയാനകമായ ഉരുൾപൊട്ടൽ. വയനാടിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ മഴ സമയമാകണം. അതെ, കർക്കിടക മഴയിൽ വയനാടിന്റെ സൗന്ദര്യം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയം. പകൽ മുഴുവൻ കുളിച്ചു നിൽക്കുന്ന വയനാടെന്ന സുന്ദരി ആരുടെയും മനം മയക്കും. അവളുടെ കുളിരിൽ നാട് മുഴുവൻ നിദ്രയുടെ ആഴങ്ങൾ തേടി. എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു സുന്ദരിയായ വയനാടിൻ്റെ ഭാവം മാറിയത്. രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴോ മഴയോടൊപ്പം നെഞ്ചു പിളർക്കുന്ന ഇടിമുഴക്കത്തോടെ പാഞ്ഞെടുത്തത് മഴവെള്ളപ്പാച്ചിലായിരുന്നു. താണ്ഡവമാടിയെത്തിയ ആ മഴവെള്ളപ്പാച്ചിലിൽ മനുഷ്യനോ മൃഗത്തിനോ പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ജീവന്റെ തുടിപ്പിനെ തേടി പാഞ്ഞെടുത്തത് പ്രകൃതിയുടെ വികൃതി മാത്രമല്ല, ക്രുദ്ധഭാവം കൂടിയായിരുന്നു. വയനാട് ഇന്ന് സങ്കടക്കടലായി നിൽക്കുമ്പോൾ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കാടിൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ളവരെ സഹായിക്കാൻ കേരള ജനത മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നു പോലും മനുഷ്യൻ്റെ സ്നേഹസ്പർശങ്ങളുടെ 1000 കൈകൾ നീളുകയാണ്. ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. സമ്പന്നൻ ദരിദ്രൻ എന്നൊന്നില്ല. ഒരേ ഒരു വികാരം മാത്രം, മനുഷ്യൻ എന്ന വികാരം. അതെ, ഇതായിരിക്കണം മനുഷ്യൻ. തൻ്റെ അമ്മയ്ക്ക് സമ്മാനം വാങ്ങാൻ കുടുക്കയിൽ കൂട്ടിവെച്ച തുട്ടുകൾ മുഴുവനായും ആ കൊച്ചുകുട്ടി വയനാട്ടിലെ അമ്മമാർക്കും കൂട്ടുകാർക്കും വീതിച്ചു കൊടുക്കാൻ തയ്യാറായതു മുതൽ വീട് വെച്ചു നൽകാൻ തയ്യാറായവർ, ലോണടയ്ക്കാൻ വേണ്ടി ആടിനെ വിറ്റ പണം മുഴുവൻ കൊടുക്കാൻ തയ്യാറായ വീട്ടമ്മ, അനാഥരായ മക്കളെ ഏറ്റെടുത്ത് സ്വന്തം മക്കളായി വളർത്താൻ തയ്യാറായവർ, തൻ്റെ കുഞ്ഞിനൊപ്പം അമ്മയെ നഷ്ടമായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറായ അമ്മമാർ, വീട് വയ്ക്കാൻ വസ്തു നൽകാൻ തയ്യാറായവർ, ഓണക്കച്ചവടത്തിനായി ഷോറൂമിൽ വാങ്ങിയ പുത്തൻ വസ്ത്രങ്ങൾ മുഴുവൻ വയനാട്ടിലേക്ക് പാക്ക് ചെയ്യുന്നവർ, ആരെന്നോ എവിടെയെന്നോ അറിയാതെ സ്വന്തം ശരീരം പോലും മറന്ന വാഹനങ്ങളിൽ നിന്ന് ദൂരെ നിന്നു പോലും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, പതറി നിൽക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ കരങ്ങൾ നൽകി കൂടെയുണ്ട് എന്ന് ക്യാമ്പുകളിലെത്തി ആശ്വസിപ്പിക്കുന്നവർ, ദുരന്തം നാശം വിതയ്ക്കുന്ന നേരം ഒന്നും ചെയ്യല്ലേ എന്ന് കൊമ്പനോട് അപേക്ഷിച്ച അമ്മയ്ക്ക് കൂട്ടായി ഒരു രാത്രി മുഴുവനും ഇരുന്ന കാട്ടുകൊമ്പൻ, തങ്ങളെ പരിപാലിച്ച പ്രിയപ്പെട്ടവരെ തിരയുന്ന വളർത്തുമൃഗങ്ങൾ, വിറങ്ങലിച്ചിരുന്ന കുഞ്ഞിനെ മാറോടടക്കി പിടിച്ച് അവനെ രക്ഷിക്കുന്ന ഉദ്യോഗസ്ഥൻ, രക്ഷാപ്രവർത്തനത്തിനിടെ കിട്ടിയ സ്വർണ്ണാഭരണങ്ങളും പണവുമെല്ലാം സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഏൽപ്പിക്കുന്നവർ, അങ്ങനെ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുന്ന മുഹൂർത്തങ്ങൾ കാണുമ്പോൾ സ്നേഹത്തിൻ്റെ അതിതീവ്ര സ്പർശം മാത്രമേ എങ്ങും കാണാൻ കഴിയുന്നുള്ളൂ. സ്നേഹമെന്ന വികാരത്തിൻ്റെ ശക്തിക്കുമേൽ പ്രകൃതി പോലും തോറ്റുപോയിരിക്കുന്നു. കാലം തെറ്റി വന്ന പ്രകൃതി ദുരന്തമേ, മനുഷ്യന്റെ സ്നേഹത്തിനു മുൻപിൽ നീ പതറിയോ എന്ന വാക്കിൽ ഒതുക്കുമ്പോഴും ഇനിയും ജാഗ്രത വേണം. ഒപ്പം ദുരന്തങ്ങൾ അതിജീവിക്കാനുള്ള ശക്തിയും. അതിനെല്ലാം വേണ്ടത് ഒന്നു മാത്രം, മനുഷ്യസ്നേഹം. നാം എല്ലാം ഒന്നാണെന്ന തിരിച്ചറിവ്.